നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ദൈവം മനുഷ്യനായി പിറന്നാൽ, ഭൂമിയിൽ അവതരിച്ചാൽ, തിരിച്ചു പോകുന്നേരം ദൈവം പറയും, മനുഷ്യ, നീയാണ് എൻ്റെ ദൈവം. മനോഹരമായ വരികളല്ലേ? ഒരു സിനിമാ പാട്ടിന് പറ്റിയ വരിയല്ല അല്ലേ? ഒരു കവിത പോലെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള പാട്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവം മനുഷ്യനായിട്ട് പിറക്കണം, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്നിട്ട് ഓരോ തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ഒപ്പം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പറയും, മനുഷ്യ, നീയാണ് എൻ്റെ ദൈവം. സങ്കടക്കടലുകളിൽ ജീവിക്കുന്ന ഒരുപാട് പേർ, പലതരത്തിലുള്ള സങ്കടക്കടലുകളിൽ ജീവിക്കുന്ന ഒരുപാട് പേർ സഹായം ചോദിച്ചുകൊണ്ടും സാന്ത്വനം ചോദിച്ചുകൊണ്ടും നിർദ്ദേശങ്ങൾ ചോദിച്ചുകൊണ്ടും ഒക്കെ എന്നെ ബന്ധപ്പെടാറുണ്ട്. താങ്കൾ എങ്ങനെ 1,18,00,000 രൂപ കടം വന്നിട്ട് എങ്ങനെ ഉറങ്ങി? ആ 1,18,00,000 രൂപ എങ്ങനെ കടം തീർക്കാമെന്ന് താങ്കൾക്ക് ധൈര്യം വന്നു? അല്ലെങ്കിൽ 1,65,00,000 രൂപ പറഞ്ഞ വീട് വിൽക്കാതെ അവസാനം ദിനേശ് സാർ, ദിനേശ് ജി, ദിനേശ് ചേട്ടാ എന്നൊക്കെ വിളിച്ചിരുന്നവർ, അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് 5,000 രൂപ വെച്ച് 1,65,000 രൂപ പലിശ വാങ്ങിയവൻ പോലും, ചേട്ടാ 3 മാസത്തിനകം തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് കേട്ടതൊന്നും നമ്മൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പലിശ കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ താങ്കൾ എങ്ങനെ അത് കൺട്രോൾ ചെയ്തു എന്നൊക്കെ ചോദിച്ച് പലരും എന്നെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ 1,65,00,000 രൂപ പറഞ്ഞ വീട് 1,30,00,000 രൂപയ്ക്ക് താങ്കൾ എങ്ങനെ കൊടുത്തു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട്. വളരെ സമയമെടുത്ത് സംസാരിക്കാറുണ്ട് പലരോടും. ഒരുപാട് പേരെ എന്താ പറയുക, ഉത്തേജിപ്പിക്കാനോ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനോ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൽ കഴിഞ്ഞ ജന്മം ഞാൻ ചെയ്ത പുണ്യമാണെന്ന് ഞാൻ പറയും. ഒരുപാട് പേരെ ആത്മഹത്യയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപാനത്തിൽ നിന്ന്, സിനിമാക്കാർ അകാലത്തിൽ മരിച്ച 40-45 വയസ്സിൽ മദ്യപാനം കൊണ്ട് മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് ചെയ്ത എപ്പിസോഡ് കണ്ടിട്ട് എത്രയോ പേർ മദ്യപാനം നിർത്തി ചേട്ടാ, ഇനി ഞാൻ മദ്യപിക്കില്ല ചേട്ടാ എന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ, നമ്മുടെ പ്രോഗ്രാം കാണുമ്പോൾ ആളുകൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്നറിയുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം. ഞാനിപ്പോൾ ഇതൊക്കെ ഇത്രയും വിശദമായി പറയാൻ കാര്യം, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാച്ചല്ലൂർ, തിരുവല്ലം പാച്ചല്ലൂർ കഴിഞ്ഞ് കോവളത്തേക്ക് പോകുന്ന വഴിയിൽ പനത്തുറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. 3 വശത്ത് കായലും 1 വശത്ത് കടലുമാണ്. നടുക്ക് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. 3 വശവും 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത്. ഞാൻ കുഞ്ഞമ്മീൻ കൂട്ടുകാരും എന്ന് പറഞ്ഞ് പപ്പം പയറ്റുവിള സംവിധാനം ചെയ്ത് ഞാൻ തിരക്കഥ എഴുതി, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായ സീരിയൽ പനത്തുറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കയർ വ്യവസായമാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. കയറുണ്ടാക്കുന്ന, ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. റാട്ടുകളുടെ കറ ശബ്ദം എല്ലാ വീട്ടിലും കേൾക്കാം. അങ്ങനെ പനത്തുറയുള്ള സന്ധ്യ എന്ന് പറഞ്ഞ ഒരു കൊച്ചു മോളെ എന്നെ വിളിച്ചു. എനിക്ക് അവൾ എത്രയെല്ലാം പഠിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അവൾ എന്തിനോ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂൾ കഴിഞ്ഞോന്ന്, അതോ ഹൈസ്കൂൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തോ പഠിക്കുന്നുണ്ടോ അവൾ. എന്തായാലും ജന്മന 2 കൈയും 2 കാലും ഇല്ലാത്ത പെൺകുട്ടിയാണ് സന്ധ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് 2 കാലും 2 കൈയും 2 കണ്ണും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില അറിയില്ല. ജനിച്ചപ്പോൾ മുതൽ 2 കൈയും 2 കാലും ഇല്ലാത്ത കൊച്ചുമോളാണ് സന്ധ്യ. പക്ഷേ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സന്ധ്യാസ് വേൾഡ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. കഴിയുമെങ്കിൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം. ആ സന്ധ്യാസ് വേൾഡിലൂടെ സന്ധ്യ കാണിക്കുന്ന വേലകൾ കണ്ടാൽ, പണ്ടാരോ ചോദിച്ച പോലെ കടിക്കുന്ന പട്ടിക്ക് എന്തിനാണ് ആ തല എന്ന് ചോദിച്ചതുപോലെ, സന്ധ്യയ്ക്ക് കയ്യും കാലും ഇല്ല എന്നുള്ള ഒരു പരിമിതിയേ ഇല്ല. അവളുടെ അനുജത്തിക്ക് വരെ ആഹാരം വാരി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്വന്തമായി അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം അവൾ ചെയ്യുന്നു എന്ന് പറയും. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന പെൺകുട്ടിയാണ് സന്ധ്യ. സന്ധ്യ നന്നായിട്ട് പടം വരയ്ക്കും. ഈ അടുത്ത കാലത്ത് മോഹൻലാലിൻ്റെ ഒരു പടം വരച്ചിട്ട് ആരെയൊക്കെ കൊണ്ട് മോഹൻലാലിനെ അത് അറിയിക്കുകയും, മോഹൻലാൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ സന്ധ്യ പോയി കണ്ട് ഫ്രെയിം ചെയ്ത 2 ഫോട്ടോ മോഹൻലാലിന് കൊടുത്തു. എന്താണ് പേര്? ശരിയാവും. അദ്ദേഹം അത് വളരെ ആസ്വദിച്ച് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു.
സന്ധ്യ ഒരു നാൾ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ കുറച്ച് പടമൊക്കെ ഈ 2 കൈയില്ലാത്ത കൈ കൊണ്ട് വരയ്ക്കുന്ന ആളാണ്. അയ്യോ, വരയ്ക്കുന്നതൊക്കെ വേണം കാണാൻ. അവൾ അയച്ചു തന്ന വീഡിയോ ഞാൻ ഇതിലിടാം. ഞാൻ ഒരു മുറിയിൽ ഒതുങ്ങി കഴിയേണ്ടവളാണ്. അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് സാറേ എന്നെപ്പറ്റി. പക്ഷെ അതല്ല, ഞാൻ അങ്ങനെ ഒരു മുറിയിൽ ഒതുങ്ങി കഴിയേണ്ടവളല്ല എന്ന് എന്നെ ചിന്തിപ്പിച്ചത് ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് സാറേ. ഞാൻ സന്ധ്യാസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബിലൂടെ ഒരുപാട് പേരുമായിട്ട് സംവദിക്കുന്നു. ഞാനിപ്പോൾ സാറിനെ വിളിച്ചത് ഒരു ആഗ്രഹം പറയാനാണ്. ഞാൻ പറ മോളെ, എനിക്ക് ലുലുവിൻ്റെ യൂസഫ് അലി സാറിനെ ഒന്ന് കാണണം. എന്തേ? ഞാൻ അദ്ദേഹത്തെ ഒരു പടം വരച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. എനിക്ക് ആ പടം ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, യൂസഫ് അലി സാറും ഞാനുമായിട്ട് ഭയങ്കര ബന്ധമാണെന്ന്. ഞാൻ അങ്ങനെ ഒരു വലിയ ബന്ധമുള്ള ആളല്ല. പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ വരുന്ന അവിടെ വെച്ചുള്ള ബന്ധങ്ങളെ എനിക്കുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നന്ദൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരനായ ആൾ ഉൾപ്പെടെ ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ. ഇപ്പോൾ ലുലുവിൻ്റെ തിരുവനന്തപുരത്തെ റീജിയണൽ മാനേജരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് യൂസഫ് അലി സാറിന് ഞാൻ കൈയില്ലാത്ത ഞാൻ കൈകൊണ്ട് വരച്ച ഈ പടം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് സാർ. എന്നെ ഒന്ന് സഹായിക്കാം. അപ്പം നമ്മൾ, അയ്യോ മോളെ എനിക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയായിരിക്കും ഇയാൾ നമ്മളെ മനഃപൂർവ്വം പരിചയപ്പെടുത്താത്തതാണ്. ഞാൻ പറഞ്ഞു, സന്ധ്യ, എന്നെ കൊണ്ട് കഴിയുന്ന ശ്രമം ഞാൻ നടത്താം. അത് പത്തനാപുരം ഗാന്ധി ഭവൻ വഴിയോ തിരുവനന്തപുരം ലുലു വഴിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നന്ദൻ മേനോൻ വഴിയോ എങ്ങനെയെങ്കിലും ഞാൻ യൂസഫ് അലി സാറുമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പോൾ അവള് യൂസഫ് അലി സാറിനെ വരച്ച പടങ്ങൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു. നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ പനത്തുറ സ്വദേശിയാണ്. ഞാനിപ്പോൾ +1 മണക്കാട് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ജന്മനാ ഇരു കാലുകളും കൈകളും ഇല്ലാതെ ജനിച്ചൊരു ഭിന്നശേഷിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ 5ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് നാളായിട്ട് യൂസഫ് അലി സാറിൻ്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ വരച്ചു. പക്ഷേ സാറിനൊന്ന് നേരിട്ട് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും കൂടി എനിക്കുണ്ട്. പക്ഷേ ഞാനത് പലതരത്തിൽ നോക്കിയിട്ടും എനിക്ക് സാറിനെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം സാറിന് ഞങ്ങളെ പോലുള്ളവരെയൊക്കെ ഒരുപാട് ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. സാറിൻ്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട്. സാറിന് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സാറിന് ഒരു വട്ടമെങ്കിലും നേരിട്ട് കണ്ട് ഈ ചിത്രം ഒന്ന് കൊടുക്കണമെന്നും എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ആ കുട്ടി ജീവിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം അച്ഛനാൾ ശരിയല്ല. ഇനി ഇതിൽ കൂടെ പറയാമോ, നല്ല വാട്ടീസാണ്. അപ്പുറവും ഇപ്പുറവും ഉള്ള വീട്ടുകാരുമായിട്ടൊക്കെ ബഹളം ഉണ്ടാക്കുക. അവർ ചോദിക്കുന്നുണ്ട്, എടാ, 2 കൈയും 2 കാലും ഇല്ലാത്തൊരു പെൺകുട്ടി ആ വീട്ടിനുള്ളിൽ ഇതെല്ലാം കണ്ടും കേട്ട് കഴിയുമ്പോൾ നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കൂടാന്നൊക്കെ ചോദിച്ച് അയാളെ വിരട്ടുന്നതൊക്കെ ഞാൻ കണ്ടു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? ചിലപ്പോൾ എൻ്റെ മൂത്ത മകള്, എൻ്റെ ആദ്യത്തെ കുട്ടി ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, നല്ല വാട്ടീസാണ് പുള്ളി. അതിനിടയിലൂടെയാണ് സന്ധ്യ എന്താ പറയുക, പടം വരയ്ക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്, യൂട്യൂബ് നടത്തുകയൊക്കെ ചെയ്യുന്നത്. 2023 മാർച്ച് 14 ഈ സന്ധ്യാസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് സന്ധ്യ തുടങ്ങിയത്. ഞാനിപ്പോൾ ഇതിൽ യൂസഫ് അലി സാറിനെ വരച്ച വീഡിയോ ഒക്കെ കാണിച്ചല്ലോ. സന്ധ്യയുടെ നമ്പർ കൂടി ഞാൻ പറയാം: 9747877253 8590421679. ഈ 2 നമ്പരും സന്ധ്യയുടെയാണ്. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ, മനസാക്ഷിയുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്ധ്യയെ വിളിക്കണമെങ്കിലോ സന്ധ്യയെ സാന്ത്വനിപ്പിക്കണമെങ്കിലോ സന്ധ്യയ്ക്ക് ഒരു എന്താ പറയുക പ്രേരക ശക്തി കൊടുക്കണമെങ്കിലോ ഇതിൽ വിളിക്കാം. ഒരിക്കലും ദ്രോഹികളായ ഒരുത്തരും വിളിക്കരുത്. വിളിച്ച ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ പറയാൻ സന്ധ്യയെ ഈ നമ്പറിൽ വിളിക്കാം. അല്ല, സന്ധ്യയുമായിട്ട് സംസാരിക്കുന്ന എനിക്ക് സന്ധ്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് താങ്കൾ ആർക്കെങ്കിലും മോഹമുദിക്കുകയാണെങ്കിൽ 7 കോടി പുണ്യം കിട്ടും എന്ന് ഞാൻ പറയും. സന്ധ്യയ്ക്ക് എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കണം തോന്നുന്നു. ഒരു കൊച്ചു വീട്ടിലേക്കാണ് താമസിക്കുന്നത്. സന്ധ്യയെ വിളിച്ചാൽ ഇതിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. എനിക്ക് സാമ്പത്തികമായ ആരുടെയെങ്കിലും സഹായം വാങ്ങിത്തരുമെന്നും ചോദിച്ചില്ല. എന്തായാലും അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ
ഗ്രഹനാഥൻ എങ്ങനെയൊക്കെ ആയ ഒരു വീട്ടിലെ ഒരു പാവം പെൺകുട്ടി, ജന്മം കൊണ്ട് 2 കൈയും 2 കാലും ഇല്ലാത്ത പെൺകുട്ടി. ഞാൻ യൂസഫ് അലി സാറിനെ കാണാനുള്ള ഒരു ഏർപ്പാട് എങ്ങനെയെങ്കിലും ഞാൻ തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ സന്ധ്യാസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആർക്കെങ്കിലും മനസ്സിൽ ആ ആ കുഞ്ഞിനോട് അനുകമ്പ തോന്നുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം. സ്വാന്തനിപ്പിക്കുകയൊന്നും വേണ്ട, അതിൽ ദുഃഖിതയൊന്നും അല്ല സന്ധ്യ. പക്ഷേ അവളെ മുന്നോട്ട് നയിക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരു പ്രേരക ശക്തിയായി ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്ന ഓരോരുത്തരും സന്ധ്യയോടൊപ്പം ഉണ്ടാവണമെന്ന് വിനീതമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന കാലമാണ്. ആർക്ക് സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ പറയണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് കൂട്ടരുള്ള നാടാണ്. നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കണം എന്ന ആഗ്രഹത്തോടെ കലാരംഗത്തേക്ക് വന്ന ആളാണ് പ്രേംകുമാർ. കഴക്കൂട്ടം പ്രേമൻ എന്ന് വിളിക്കുന്ന, ലംബോ പ്രേമൻ എന്ന് വിളിക്കുന്ന പ്രേംകുമാർ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. രഞ്ജിത്ത് അകാലത്തിൽ രാജിവെച്ചപ്പോൾ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിന് ആ ചുമതല കൊടുത്തു. ഇനി ഒരു പുതിയ ഒരാളിന് വേണ്ടി അടിപിടി കൂടാൻ പലരെയും നോക്കണ്ട, പിണക്കണ്ട, പ്രേമൻ തുടരട്ടെ എന്ന് വെച്ചു. എനിക്ക് പ്രേമനെ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ കുഞ്ഞമ്മീൻ കൂട്ടുകാരും, ഞാൻ നേരത്തെ പറഞ്ഞ പപ്പൻ പൈറ്റുവിള സംവിധാനം ചെയ്ത കുഞ്ഞമ്മീൻ കൂട്ടുകാരിലെ ഒരു സീനിൽ പ്രേമനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അത് പ്രേമനോട് എനിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് വിളിച്ചത്. വന്ന് അഭിനയിച്ചു ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ട്. പ്രേമൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. വെള്ളായണിയിലെ കിരീടം പാലത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഒരു സന്ധ്യയ്ക്ക് അത് ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു PA ബക്കറിൻ്റെ സഖാവ് P കൃഷ്ണപിള്ളയെക്കുറിച്ച് ചെയ്ത സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നുള്ള സിനിമയുടെ സ്വിച്ച് ഓണിന് EMS നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യുന്ന സ്വിച്ച് ഓണിന് ഞാൻ പോയ ആളാണ്. എവിടെ വെച്ച് എങ്ങനെ ആദ്യമായി ലംബോ പ്രേമനെ പരിചയപ്പെട്ടു എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. നല്ല സുഹൃത്താണ്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ഫിലിം ഫെസ്റ്റിവൽ വരെയാണല്ലോ, December 10 മുതൽ. അതിൻ്റെ ആലോചനാ യോഗത്തിന് ഞാൻ പോയിരുന്നു. അവിടെ ഭയങ്കര തിരക്കും. വിളിക്കാതെ തന്നെ പലരും കയറി ഡയസിലിരിക്കുകയും കാലുമേ കാലുവിട്ട് വലിയ അമ്മച്ചിമാരെ പോലെയൊക്കെ ചിലരൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ചിരി വന്നു. കണ്ടാത്തൊന്നും വൈസ് അക്കാദമിയുടെ ചെയർമാനാണ്, ചെയർപേഴ്സൺ ആണെന്ന് തോന്നുന്നു. വിളിക്കുകയൊന്നും വേണ്ട, കയറി ഇരിക്കുകയാണ് കാലുമേ കാലുവിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുമായി, ഒന്ന് വിപിൻ മോഹൻ്റെ കൂടെ ഉണ്ടായിരുന്ന അജിത്തും, പിന്നെ ACBയുടെ തലവനായിരുന്ന അക്കാദമിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന വിവേകാനന്ദൻ ചേട്ടനുമായിട്ട് ഞങ്ങളൊരു മൂലയിൽ ഒതുങ്ങിയിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. സജി ചെറിയനാണ് പങ്കെടുത്തത്. ഒരുപാട് പേര് ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ സംസാരിച്ചു. മീറ്റിംഗ് പിരിഞ്ഞു. അവിടുന്ന് ഒരു ചായ പോലും കുടിക്കാൻ നിൽക്കാതെ ഞാൻ ലിഫ്റ്റിൽ താഴെ ഇറങ്ങി വന്ന് ഞാൻ വണ്ടി എടുത്തിങ്ങ് പോകുന്നു. രാത്രിയായപ്പം പ്രേംകുമാർ വിളിച്ചു. അല്ല ശാന്തിവിളെ, നിങ്ങൾ ആലോചനാ യോഗത്തിന് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നു. എന്താ നിങ്ങൾ എന്നെ കാണാതെ പോയത്? ഞാൻ പറഞ്ഞു, പ്രേമ, മന്ത്രിയും നിങ്ങൾ വിളിച്ചവരും വിളിക്കാത്തവരുമായ ആൾക്കാരും ഒക്കെ വന്ന് നിങ്ങളെ ഇടിച്ചു കയറി പ്രേമനാണ് പ്രേമൻ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രേമ, ഈ അക്കാദമിയിലെ ചെയർമാനായി ഇരിക്കുന്നിടത്തോളം കാലം പ്രേമൻ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുമല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഞാൻ വന്നു കേട്ടോ എന്ന് പറയാനൊരു ചമ്മലുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. അല്ല, നിങ്ങൾ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിച്ച് പറയാൻ മറക്കരുത്. ഞാൻ പിന്നെ പറയാം, അത് നമ്മൾ അപ്പം തന്നെ അതിന് നടപടി എടുക്കും കേട്ടോ. എന്തുണ്ടെങ്കിലും ശാന്തിയുള്ള പറയണം. ഞാൻ പിന്നെന്ത് എന്ന് അത്രയും ഞങ്ങൾ അടുപ്പമുണ്ട് ഞാനും പ്രേമനുമായിട്ട്. പ്രേമൻ ഒരിക്കലും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവുന്നു സ്വപ്നം കണ്ട ആളല്ല ഞാൻ. പക്ഷേ ഭാഗ്യം പ്രേമനെ തുണച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ ദൗർഭാഗ്യം, വൈസ് ചെയർമാനായിരുന്ന പ്രേമന് ചെയർമാൻ്റെ പോസ്റ്റ് കൊടുത്തു. ദോഷം പറയരുത്, മനോഹരമായി ആ പോസ്റ്റിൽ പ്രേമൻ പ്രവർത്തിക്കുന്നു. ഓരോ ഫംഗ്ഷനിൽ ഞാൻ നേരിങ്ങനെ കോമളമ്മ മരിച്ചപ്പോൾ, നസീസാറിൻ്റെ ആദ്യത്തെ നായിക മരിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ട് പ്രേമൻ. എവിടെയെല്ലാം സിനിമാ ചടങ്ങുകളിൽ ചെന്നാലും അവിടെ എല്ലാം പ്രേമൻ ഉണ്ടാവും. അത് ഈ അക്കാദമി ചെയർമാൻ ആവുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അക്കാദമി ചെയർമാൻ ആയപ്പോൾ വളരെ കിറുകിറുത്തതോടെ കാര്യങ്ങൾ പഠിക്കാനും സംസാരിക്കാനും പഠിച്ച ആളായി മാറി പ്രേമൻ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസംഗമൊക്കെ കേട്ടാൽ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു ഇരുത്തം വന്ന കലാകാരൻ, ഒരു നല്ല മനുഷ്യൻ എന്ന് തോന്നാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വർത്തമാനങ്ങളും എല്ലാം.
ഇപ്പൊ പ്രേംകുമാറിനെ കുറെ പേരെടുത്തിട്ട് അലക്കുകയാണ് ഈ സീരിയൽ രംഗത്തുള്ള കുറെ എണ്ണം. അത് കുറെ എണ്ണം എന്ന് പറയുമ്പോൾ അത് സംവിധായകരോ നിർവാഹകളോ ഒന്നും അല്ല, കുറെ നടീനടന്മാർ. അവരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കൊച്ചിയിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മാധ്യമങ്ങൾ പ്രേമനോട് ചോദിച്ചു, ഈ വെബ് സീരിയലിന് സെൻസറിങ് വേണോ എന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. കൃത്യമായിട്ടും വെബ് സീരിയലിന് സെൻസറിങ് വേണോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടും പ്രേമൻ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ വെബ് സീരിയലിന് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും സെൻസറിങ് വേണം എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഇപ്പോ ചുംബന സമരം നടത്തിയ ഒരു നായികയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വരും, കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് പറഞ്ഞാൽ നടക്കണേ. എന്ത് കമ്മ്യൂണിസ്റ്റ്? പക്ഷെ ഫിലിം ഫെസ്റ്റിവലിന് വരുമ്പോൾ തുണിയും മണിയൊക്കെ ഇട്ടുകൊണ്ടാണ് വരണേ. ഈ പെണ്ണുമ്പിള്ള എന്തെല്ലാം നമുക്ക് ഞെട്ടിപ്പോകുന്നത്. എന്നിട്ട് മാതൃകാ ഭർത്താവായ ചുംബന സമര നായകനായ ഭർത്താവുമായിട്ട് പുതിയ കാറ് 50 ലക്ഷമോ 40 ലക്ഷമൊക്കെ ഉള്ള വിലയുള്ള കാറ് വാങ്ങാനായിട്ട്, കാറിന്റെ കീ വാങ്ങാൻ ഭാര്യയും ഭർത്താവും കൂടെ മാതൃകാ ദമ്പതികളായി പോയി നിന്ന് കീയൊക്കെ വാങ്ങണമെന്ന് കാണാൻ. വേർത്തിട്ടുണ്ടാക്കുന്ന കാശല്ല, തുണി അഴിച്ച് കാണിച്ചിട്ട് വാങ്ങിക്കുന്നതാണ്. അയ്യോ, എനിക്ക് ഞാനിപ്പോൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു, നമ്മൾ ഈ ചാനൽ തുടങ്ങിയ ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ വഴിതെറ്റിയെന്ന് പറയാം. ഈ പെണ്ണും പിള്ളയുടെ തുണിയും മണിയും ഇല്ലാത്ത സെക്സിന്റെ വൈകൃതങ്ങളായ കാര്യങ്ങൾ എനിക്ക് എത്ര പേരെന്ന് പറയാം വീഡിയോ അയച്ചു തരുന്നത്. നമ്മളിതെന്തോ അന്ന് ഒരു സാധനം വന്നല്ലോ എന്ന് പറഞ്ഞു, വീഡിയോ വന്നല്ലോ എന്ന് പറഞ്ഞു ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് രാഷ്ട്രീയപരമായ ഒരുപാട് കാര്യങ്ങൾ, സാഹിത്യപരമായ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ആരയച്ചാലും അതിൽ ഫേസ്ബുക്കിലൂടെ 10 പേരെ അറിയിക്കണം തോന്നുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. എൻ്റെ ഈ അടുത്ത കാലത്ത് സിന്ധു ചോദിച്ചു, അണ്ണൻ്റെ ഫേസ്ബുക്കിൽ കയറി എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ എന്തോന്നാണ് ദിവസം 100-150 പോസ്റ്റിംഗ് ആണ് നടത്തണേ. ഞാൻ അത്രയും പോസ്റ്റ് ഇടുന്ന ആളാണ്. പക്ഷേ എനിക്ക് പലരും അയച്ചു തരുന്നത് ഈ ചുംബന സമര നായിക തുണിയും മണിയും ഇല്ലാതെ കാണിക്കുന്ന രതി വൈകൃതങ്ങളാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പലരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പറയുന്നത്, ഒരു വില കൂടിയ കാർ എടുത്തിട്ട് ആ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിരുന്നിട്ട് ഈ പെണ്ണും പിള്ള മൂത്രം ഒഴിക്കുന്നത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് അതിലിട്ടിരിക്കുക. എനിക്കവരെ എന്താ പറയുക, വിരോധവും ഇല്ല, സ്നേഹവും ഇല്ല, പരിചയവും ഇല്ല. തുറന്നു പറയുകയാണ് ഞാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കാള പോലെയായ 10-40 വയസ്സായ ഒരു തൈക്കിളവി സ്വന്തം കാറിൻ്റെ ഡോർ തുറന്നിരുന്നിട്ട് പരസ്യമായിട്ട് മൂത്രമൊഴിക്കുന്നത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് കാണാൻ 350 രൂപയെ 550 രൂപ എന്തോ അടയ്ക്കണമെന്ന്. നമ്മളിതൊന്നും കാണാൻ പൈസ അടയ്ക്കാത്ത ആളായതുകൊണ്ട് എനിക്കറിയില്ല. 550 രൂപയോ എന്തോ അടച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ള മൂത്രം ഒഴിക്കുന്നത് കാണാം. നമ്മുടെ നാടിൻ്റെ ഗതികേട് ആലോചിച്ചു. വേറൊരാളിനെ പറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പാൽപ്പായസം. വാഴയുടെ ഇടയിൽ പാൽപ്പായസം, പുഴയുടെ ഇടയിൽ പാൽപ്പായസമൊക്കെ ചെയ്യുന്ന ഒരു പെൺപിള്ളയെക്കുറിച്ച്. അത് എൻ്റെ ഗുരുനാഥനായ മരിച്ചുപോയ ഒരു ഗുരുനാഥൻ്റെ ശിക്ഷയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നാണക്കേടാണ്. കാരണം ഈ മനുഷ്യൻ്റെ കൂടെ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്ന് മാത്രമല്ല, ഈ പെണ്ണ് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മരിച്ച് VJT ഹാളിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കൊണ്ടൊന്ന് റീത്ത് വയ്ക്കുന്നു. കണ്ടുകൊണ്ട് നിൽക്കുന്നവർ പറയില്ല, അയ്യോ എവള് മറ്റേ കമ്പിപ്പടം എടുക്കുന്നവളല്ലേ. കമ്പിപ്പടമല്ല, യൂട്യൂബിലിടാൻ വേണ്ടി കമ്പി സീരിയൽ, കമ്പി വിഷ്വലുകൾ. അവൾ ഒരു മടിയുമില്ലാതെ റീത്ത് കൊണ്ട് വയ്ക്കുന്നു അദ്ദേഹം അഭിമാനിച്ചാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റത്തിന് അസിസ്റ്റന്റ് വയ്ക്കും. എന്നിട്ട് അവൾ കൂളായിട്ട് നടന്നു പോയി വലിയ പോലീസ് ഓഫീസർമാരോട്, വലിയ റാങ്കിലുള്ള പോലീസ് ഓഫീസർമാരോട് കൈകെട്ടി നിന്ന് സംസാരിക്കും. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ദീപ മേത്തയൊക്കെ പോലെ വലിയ വലിയ വനിതാ സംവിധായകരുണ്ടായിരുന്നല്ലോ, ഭാനുമതിയൊക്കെ പോലെ ഒരുപാടുണ്ട്. അതുപോലത്തെ ഒരു സംവിധായികയായിട്ട് പോയി നിന്ന് ആളുകളുടെ പോലീസ് ഓഫീസർമാരോട് സംസാരിക്കും. പാൽപ്പായസം എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും ചർച്ച. അപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു. അവർ ഇതുപോലുള്ള അശ്ലീല വീഡിയോകൾ ഇടുന്ന യൂട്യൂബുകളെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളെ ബാൻ ചെയ്തു. അത് കേരളത്തിൽ നിന്ന് ഒരൊറ്റ ചാനലെ ബാൻ ചെയ്തുള്ളത് ഈ പെൺകുട്ടിയുടെയാണ്. പെൺകുട്ടിയല്ല, പെണ്ണുമ്പിള്ള. പക്ഷെ അവൾ വേറൊരു പേരിൽ തുടങ്ങിയിട്ട് അവൾക്കും ഇതാണ് ജോലി, പാൽപ്പായസം ഒഴിപ്പാണ് ജോലി. ഞാൻ പറയുന്നത്, പ്രേംകുമാറെ, നിങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ പറഞ്ഞിട്ട് ആദ്യം കേരളത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മാ എന്ന് പറഞ്ഞ സംഘടന ആത്മാഭിമാനം ഉള്ളവരാണെങ്കിൽ അതിലെ പുരുഷന്മാരും സ്ത്രീകളുമായ നടീനടന്മാർ പോയി നിങ്ങളുടെ ചെയർമാനായ KB ഗണേഷ് കുമാറിനെയും കൂടെ വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് പറയണ്ടേ, മുഖ്യമന്ത്രി, ചുംബന സമര നായികയും പാൽപ്പായസം ഉണ്ടാക്കുന്നുള്ളൂ ഒക്കെ ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്ത്, വൾഗാരിറ്റിയുള്ള ബ്ലൂ ഫിലിം, നല്ലതാണെങ്കിലും കുഴപ്പമില്ല, വൾഗാരിറ്റിയുള്ള ബ്ലൂ ഫിലിമുകൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിനെ നിരോധിക്കണം എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ വെബ് സീരിയൽ ഇടുന്ന പോസ്റ്റ്, അതിന് സെൻസറിങ് ഇല്ലല്ലോ.
അപ്പൊ ഇവരെല്ലാം കാണിക്കുന്നത് വൈകൃതങ്ങൾ, സെക്സിന്റെ വൈകൃതങ്ങൾ. അതിൽ ഈ എൻ്റെ ഗുരുനാഥന്റെ ശിഷ്യ അവരുടെ ശരീരമൊന്നും കാണിക്കില്ല. വേറെ ആൾ എനിക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ക്ലിപ്പിങ്സ് വന്നത്, ഈ പെൺകുട്ടി ഒരു പയ്യനും ഒരു പെണ്ണിനും ഡയറക്റ്റ് ചെയ്യുന്നതാണ്. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, പച്ചയ്ക്ക് പച്ചത്തെറി പറയുകയാണ്. അങ്ങനെയാണ് ചെയ്യാനും. എനിക്കിതിൽ സെൻസറും കട്ടൊന്നും വരില്ല. പക്ഷെ ഞാൻ ആത്മാഭിമാനമുള്ള ആളുകൾ ഈ പ്രോഗ്രാം കാണുന്നവർ ഉള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എനിക്ക് 3-4 മിനിറ്റുള്ള സംവിധായക നായകനും നായികയ്ക്കും പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ചെയ്യണമെന്ന്. അത് പച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, വായും കയ്യും ഒക്കെ കൊണ്ട്. എനിക്ക് പറയാനുള്ളത് പ്രേംകുമാറിനോടും, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ പ്രേംകുമാറിനോടും ഞാൻ പറയുന്നു, ആത്മയിൽ ആത്മാഭിമാനമുള്ള നടീനടന്മാരാണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് പറയണം, വെബ് സീരിയൽ ഇടുന്ന ചാനലുകളിൽ ഇത്തരം വൈകൃതങ്ങൾ ഇടുന്നവരെ നിലയ്ക്ക് നിർത്തണം, എന്നിട്ട് പേര് പറയണം. ഫിലിം ഫെസ്റ്റിവലിന് അടക്കം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരിയായി നടക്കുന്ന ചുംബന സമര നായികയും ലക്ഷങ്ങളും കോടികളുമാണെന്ന് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. സ്വന്തം നഗ്നത കാണിച്ചു കൊടുത്തിട്ട് ഒരു പയ്യനുമായിട്ട്. എവിടുന്ന് ഈ പയ്യന്മാരെ കിട്ടുന്നു? നല്ല ആരോഗ്യമുള്ള, സിനിമയിലൊക്കെ വന്നാൽ രക്ഷപ്പെടാൻ കഴിയുന്ന നല്ല മുഖങ്ങളുള്ള പയ്യന്മാരെ കൊണ്ട് രതി വൈകൃതങ്ങൾ ചെയ്തിട്ട് ഇവളോട് ചെയ്തിട്ട് ഇവള് തന്നെ ഷൂട്ട് ചെയ്ത് ഇടുന്നു. ഞാനിപ്പോൾ ഇത് കണ്ട് വഴി തെറ്റുകയാണ് സത്യം പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് നോക്കുമ്പോൾ ഇവള് പിറന്ന പടി നിന്ന് കൊടുക്കുന്നു. ഒരുത്തൻ തല മുതൽ കാല് വരെ മൈലാഞ്ചി ഇടുകയാണ്, പടം വരയ്ക്കുന്നു, ദേഹം മുഴുവൻ മൈലാഞ്ചി വെച്ചിട്ട് പടം വരയ്ക്കുന്നു. പിറന്ന പടി നിൽക്കുക. ഒരു വയസ്സായ കുട്ടി നിൽക്കും പോലെ നിൽക്കുകയാണ് ഈ കാള. 10-40 വയസ്സായ ഈ കിളവി ഒരു കൂസലും ഇല്ലാതെ നിന്ന് കൊടുക്കുന്നു. എങ്ങനെ ഇവള് സമൂഹത്തിൽ ആളുകളുടെ മുമ്പ് കൂടെ നടക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനെയൊക്കെ വേണം നിലയ്ക്ക് നിർത്താനെന്ന് ഞാൻ പറയും. ആത്മീയക്ക് അതാണ് ചെയ്യാൻ. ഗണേഷ് കുമാറിനെ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾ ചെയ്യണം. പക്ഷെ അതിന് പകരം പ്രേംകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എൻഡോസൾഫാനേക്കാൾ വിഷലിപ്തമാണ് ഇവിടുത്തെ ചില സീരിയലുകൾ. എല്ലാമെന്ന് അയാൾ പറഞ്ഞില്ല, ചില സീരിയലുകൾ. എന്താ തെറ്റതില്? ഈ പറയുന്ന ബഹളമുണ്ടാക്കുന്ന ദിനേശ് പണിക്കരാണ് ഇപ്പൊ അതിന്റെ നേതാവ്. ആത്മയുടെ ജനറൽ സെക്രട്ടറി ദിനേശ് പണിക്കരാണല്ലോ. അയാൾ പഴയ നിർമ്മാതാവ് എന്നുള്ളതൊക്കെ മറന്നു. അയാളിപ്പോ ഈ നടീനടന്മാർക്ക് വേണ്ടി നടക്കുന്ന ആളാണ്. കെ.ബി. ഗണേഷ് കുമാറിന്റെ ബാക്കിങ്ങും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ കേൾക്കണം. പ്രേമനെതിരെ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് പ്രസ്താവനയൊക്കെ ആയിട്ട് ദിനേശ് പണിക്കർ. പിന്നെ ആരൊക്കെ ഇറങ്ങിയിരിക്കുന്നു അറിയോ? ബോൾഗാട്ടി, ധർമ്മജം ബോൾഗാട്ടി, പിന്നെ നമ്മുടെ സീമാജി നായർ, പിന്നെ അങ്ങനെ കുറേ പേര് ഇറങ്ങിയിരുന്നു. ആകെ അതിലൊരു തിരിഞ്ഞ് സംസാരിച്ച ഒരാളേ ഉള്ളൂ, അത് ഗായത്രി വർഷ എന്ന് പറഞ്ഞ നടി മാത്രം പറഞ്ഞു പരമ ബോറാണ് മലയാളത്തിൽ ഇറങ്ങുന്ന സീരിയലുകൾ. പക്ഷെ പ്രേമനെ എടുത്ത് കൊടുക്കുകയാണ് എല്ലാവരും കൂടെ. ഞാൻ പ്രേമന്റെ പക്ഷേ നിൽക്കും. കാരണം ചീമപ്പന്നികളെ പോലെയുള്ള ഒരു 6-7 എണ്ണം തോടിച്ച്, ചീമപ്പന്നിയെ പോലെ ഇരിക്കുന്ന 6-7 എണ്ണം, ഇത്രയുള്ള പൊട്ടും 1000 വളയും പട്ടുസാരിയും ഈ പേപ്പറിലോ പ്ലാസ്റ്റിക്കിലോ ഉണ്ടാക്കിയ പിച്ചിപ്പൂവൊക്കെ തലയിൽ വെച്ച്, ഇവിടെ മറ്റേ പുത്തിരിക്കണ്ടത്ത് നിൽക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ വാരി തേച്ച്, എന്തൊരു ബോറെന്നറിയോ ചില സീരിയലുകൾ. ചിലതെന്നേ ഞാൻ പറയുള്ളൂ. പ്രേമം പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു, ചില സീരിയലുകളിൽ താടകങ്ങളെ പോലെ കുറേ എണ്ണം അഴിഞ്ഞാടുന്ന സീരിയലുകളാണ് ഇപ്പം മലയാളത്തിൽ വരുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണം. ഈ നടീനടന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ സംഭവിക്കണേ? ബംഗാളിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒറീസയിലും ഇന്ത്യയിലെ മറ്റ് പല ഭാഷകളിലും സൂപ്പർ ഹിറ്റാവുന്ന വിവരദോഷികൾ കാണുന്ന സീരിയലുകൾ എടുത്തു കൊടുത്തിട്ട് മലയാളമാക്കി റീമേക്ക് ചെയ്യിച്ചാണ് ഇപ്പം മലയാളത്തിൽ വരുന്നത്. അല്ല, മലയാളത്തിൽ ഒരു കഥയും ഇപ്പോൾ ഒരു ചാനൽ മുതലാളിക്കും വേണ്ട. അതിവിടെ ചെറിയ, എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിനൊന്നും വേറെ ഭാഷയിൽ ചാനലുകൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഇന്ത്യ മുഴുവൻ ചാനലുണ്ടല്ലോ. ഇനിയിപ്പോൾ റിലയൻസിനും കൂടെ ആകുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല അവരെ നയം. അവിടെ വിവരമില്ലാത്ത പള്ളിക്കൂടത്തിൽ പോകാത്ത പാവങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന കൂതറ 4-കിട സീരിയലുകളെ എടുത്ത് അവിടെ 1000-2000 പോയതിനെടുത്ത് പ്രൊഡ്യൂസർമാരെ ഏൽപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസർമാർ ഇതുപോലെ എടുത്തോണ്ടോ? ഇപ്പം ഞാൻ അറിയുന്നത് ഒരു സീരിയലിൻ്റെ പരസ്യം എടുക്കാൻ വരെ 5 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് ചാനലുകൾ. അവരത് എടുത്തോണ്ട് വരും. ഇത് CTV വന്നത് മുതലുണ്ടായ ഒരു അപകടമാണ്. അതുപോലെ നായകനും നായികയും ഈ സീനിൽ ഇടേണ്ടത് ഏത് കളർ ഡ്രസ്സാണ്, അത് എങ്ങനത്തെ ഡ്രസ്സായിരിക്കണമെന്ന് വരെ ഈ പറയുന്ന ചാനലിൽ നിന്ന് ഇതിൻ്റെ അഡ്വൈസറായി വരുന്ന വിവരം കെട്ടവന്മാർ പറയുന്നത് പോലെ ചെയ്യണം. അതിനാളെ വെച്ചിട്ടുണ്ട്. ഓരോ സീരിയലിനും ഓരോരുത്തർ സെറ്റ് വരും. ഇപ്പം എടുക്കാൻ പോകുന്നത് ഏതാ? ഇപ്പം എടുക്കാൻ പോകുന്നത് അമ്മയ്ക്ക് 16 അടിയന്തരത്തിന് ബലിയിടുന്നതാണ്. അതിന് ഇടുന്നത് കറുപ്പിടരുത്, നല്ല ചുവപ്പിടും, എന്നിട്ട് മഞ്ഞ പൊട്ടു വയ്ക്കൂ എന്നൊക്കെ യവൻ പറയും ഈ അഡ്വൈസർ. അതുപോലെ എടുത്തു കൊടുത്തില്ല എങ്കിൽ ഞാൻ തുറന്നു പറയുന്നു,
ഇവിടെ ഇപ്പോൾ ഒരു പൈലറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു സംവിധായകനുണ്ട് തിരുവനന്തപുരത്ത്. ഞാൻ അയാളെ പറ്റി കുറച്ച് കഥകൾ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്താ പറയുക, ബലാത്സംഗ കഥകൾ വന്നപ്പോൾ അതിൽ വന്ന ഒരു തിരുവനന്തപുരത്തൊരു സംവിധായകനുണ്ട്. മോഹൻലാലിനെ വെച്ച്, മമ്മൂട്ടിയെ വെച്ച്, സുരേഷ് ഗോപി വെച്ച്, ജയറാമിനെ വെച്ച്, ദിലീപിനെ വെച്ചൊക്കെ പടമെടുത്ത, ദിലീപിനെതിരെ മറ്റേ എറണാകുളത്തുള്ള മാടമ്പിയായിട്ട് ചേർന്ന് മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു മാടമ്പി ഉണ്ടായിരുന്നല്ലോ, അയാളുമായിട്ട് ചേർന്നിട്ട് ബേള ഉണ്ടാക്കിയും ഷൂട്ട് സെറ്റിൽ ദിലീപിനെ തടയുമെന്നൊക്കെ പറഞ്ഞ അവസാനം ഫെഫ്ക ഉണ്ടായ കാരണം ഈ സംവിധായകനാണ്. അയാൾ ഇപ്പോൾ സൂര്യ ടി വിക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്നു. ആ ചിത്രീകരിക്കുന്ന സ്ഥലത്ത് മമ്മൂട്ടിയെ, മോഹൻലാലിനെ, ജയറാമിനെ, സുരേഷ് ഗോപിയെ, ദിലീപിനെയൊക്കെ വെച്ച് സംവിധാനം ചെയ്ത ഈ സംവിധായകന് ഒരു റോളും ഇല്ലെന്നാണ് പറയുന്നത്. അവിടെ സൂര്യ ടി വി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുത്ത ഇരിപ്പുണ്ടെന്ന്, ഏതൊരു പീക്കർ ചെറുക്കൻ. അവൻ പറയുന്നു, ഇങ്ങനെ ഒരു ഷോട്ട്, അങ്ങനെ ഒരു ഷോട്ട്, ഇങ്ങനല്ല എടുക്കേണ്ടോ, പോയി മാറ്റിയെടുക്കണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നാണമുണ്ടെങ്കിൽ ഇയാൾ അപ്പോൾ കളഞ്ഞിട്ട് പോകണ്ടേ, നിന്റെ പുല്ല് സീരിയൽ ഇതാടക്കണം എന്ന് പറഞ്ഞ് പോകണ്ടേ. എപ്പോഴും പോവില്ല. നാണമൊക്കെ പണയം വെച്ചിട്ട് ഈ പറയുന്ന എന്താ പറയുക, ചാനലുകൾ പറഞ്ഞു വിടുന്ന എംബോക്കികൾ പറയുന്നത് കേട്ട് ഷൂട്ട് ചെയ്യാൻ നടക്കുന്ന കുറേ വിവരദോഷികളായ സംവിധായകർ. ഇപ്പോൾ CTVയിൽ പോയി ആയിരക്കണക്കിന് എപ്പിസോഡ് ചെയ്ത ഒരു സംവിധായകനുണ്ട്, ജനാർദ്ദനൻ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ജനാർദ്ദന് സഹിക്കാൻ പറ്റാതായപ്പോൾ CTVന്ന് വിട പറഞ്ഞു. എനിക്ക് നിന്റെ ജീവിക്കാനുള്ള കാശുണ്ടാക്കി, അത് വേറെ പ്രശ്നം. ജനാർദ്ദനൻ പറഞ്ഞു, ഈ പറയുന്ന വിവരദോഷികൾ പറയുന്ന അനുസരിച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ കളഞ്ഞിട്ട് പോയി. അദ്ദേഹം ഇപ്പോൾ എന്തോ പുതിയ സീരിയൽ ഏഷ്യാനെറ്റ് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളിടത്ത് സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്കോ സംവിധാനം ചെയ്യുന്ന സംവിധായകനോ അഭിനയിക്കുന്ന നടീനടന്മാർക്കോ ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. ഈ ചാനൽ പൈസ കൊടുക്കുന്നതുകൊണ്ട് അവർ പറയുന്ന എല്ലാ വിഡ്ഢിവേഷവും കെട്ടണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അക്കാര്യത്തിൽ പ്രേംകുമാറിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് അയാൾ ഇന്നോ ഇന്നലെയൊന്നും അല്ല. അയാൾ അക്കാഡമി ചെയർമാനായപ്പോൾ പുത്തനച്ചി പരപ്പുറം തൂത്തൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷം മുമ്പ് പ്രേമൻ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ സീരിയൽ എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാനേക്കാളും അപകടകാരിയാണ്, സെൻസറിങ് കൊണ്ടുവരണം, സീരിയലുകൾ എടുക്കുന്നവർ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് 10-15 വർഷം മുമ്പ് പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ട്. ചില സീരിയലുകളും ചില സിനിമകളും ചില സാഹിത്യകൃതികളും സമൂഹത്തിൽ വികലമായ ധാരണകൾ സൃഷ്ടിക്കുന്നുവെന്ന് പ്രേംകുമാർ പറയുന്നത് 100%. ചില എന്നുള്ള വാക്ക് ദിനേശ് പണിക്കരൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പണിക്കർ അഭിനയിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞില്ലല്ലോ. ചില സീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ സീരിയലും എന്നാണോ അർത്ഥം? ശബ്ദ താരാവലി എടുത്ത് പണിക്കർ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടിക്കറ്റ് എടുത്ത് കാണുന്ന സിനിമ കുട്ടികളെ കാണിക്കണോ എന്ന് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാൻ അവസരമുണ്ട്. എന്നാൽ സീരിയലുകളുടെ കാര്യത്തിൽ അതില്ല. സത്യമാണ്. നമ്മളെ റിമോട്ട്, നമ്മളെ വീട്ടിലിരിക്കുന്ന, നമ്മളെ വിളിക്കാതെ തന്നെ കയറി വരുന്ന അതിഥിയല്ലേ ഈ ചാനലുകൾ. അപ്പം നിങ്ങളെയൊക്കെ റിമോട്ടില്ലേ അടിച്ച് അടുത്ത ചാനലിപ്പിക്കണം. ഈ എരുതീന്ന് വറചട്ടി ചാടിയോണ്ടിരിക്കും. ഈ സീരിയൽ അയ്യോ ഇത് സഹിക്കാൻ പറ്റില്ല എന്നാണ് അപ്പുറത്ത് ചാടി. എവൻ്റെ അച്ഛനാണ് അപ്പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നത്. ഒരു 9-9:30 വരെ 6 മണി മുതൽ സന്ധ്യ നേരത്ത് ഇതല്ലേ നടക്കണേ. അമ്മാവി മരുമോൾക്ക് മണ്ണെണ്ണ ഒഴിക്കുക, അമ്മാവിക്ക് എലിവിഷം കൊടുക്കുക, മരുമോള്. ഇതൊക്കെ കാണുന്ന ഈ അമ്മമാരും അമ്മൂമ്മമാരും നമുക്ക് പോട്ടെന്ന് വയ്ക്കാം, കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതെന്ന് വയ്ക്കാം. പക്ഷേ ഇവരെ കൂടെ ഇരുന്ന് കാണുന്ന കുട്ടികൾ എന്ത് പഠിക്കും? ഒരു 2 പെൺകുട്ടികളുണ്ടെന്ന് വെച്ചു, 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന 2 പെൺകുട്ടികൾ നിരന്തരമായി ഈ സീരിയൽ കാണുമ്പോൾ എന്താ പഠിക്കണേ? നമ്മൾ പ്രായമായി നമ്മളെ അച്ഛനമ്മമാർ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ പയ്യൻ്റെ വീട്ടിൽ പോയാൽ ആദ്യത്തെ ദിവസം തന്നെ അമ്മായിയമ്മയുടെ തലയിൽ ചിരവെടുത്ത് അടിക്കണമെന്നല്ലേ പഠിക്കണേ. അത് പറഞ്ഞാൽ ഉടനെ ദിനേശ് പണിക്കരൊക്കെ ചാടി ഇറങ്ങുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ വന്നല്ലോ. ഞാൻ മുമ്പ് അത് പറഞ്ഞതാണ്, ഒരുപാട് പേര് എന്നെ തെറി വിളിച്ചു. ഞാൻ മാളികപ്പുറം കാണാൻ രാത്രി 12 മണിക്കോ എന്തോ ഉള്ള ഷോയ്ക്കാണ് ഞാനും ഭാര്യയും മോനും കൂടെ പോയത്. എൻ്റെ മുന്നിൽ ഒരു ഫാമിലി ഇരിക്കുകയാണ്. ഒരു മകൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു, പിന്നെ അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു മകളുടെ ഭർത്താവ്, കുട്ടിയൊക്കെ ഇരിക്കുകയാണ്. പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ശബരിമല പോകുന്ന സീന എന്തോ എത്തി ഉണ്ണിമുകുന്ദൻ എൻട്രി ആയി, അയ്യപ്പനായിട്ട് ഉണ്ണിമുകുന്ദൻ എൻട്രി ആയപ്പോൾ ഈ കിളവി കുഴിയിലോട്ട് കാലിട്ടിരിക്കുന്ന കിളവി എൻ്റെ മുമ്പ് ഇരുന്നുണ്ട്. സ്വാമിയേ ശരണയ്യപ്പ, ഈ കൈയെടുത്ത് വയ്ത്തിട്ട് എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല, ഇവരെ കയ്യെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കണ്ടുകൊണ്ട് ആ 3-4 വയസ്സുള്ള കുട്ടിയും വിളിക്കുന്നു ശരണം തിയേറ്ററിനകത്തിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ശബരിമല അയ്യപ്പനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നൊക്കെ ചോദിച്ച് ഏവനൊക്കെ എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചു. ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് കണ്ട ഒരു സീൻ എന്താണെന്ന് ചോദിച്ചാൽ, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ കല്ലുവായി അഭിനയിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നല്ല മനോഹരമായി അഭിനയിച്ച കുട്ടിയായിരുന്നു ദേവനന്ദ. ദേവനന്ദ ഏതോ ഒരു ഫംഗ്ഷനോ എന്തോ പങ്കെടുക്കാൻ വന്നപ്പോൾ അവളുടെ അമ്മുമ്മയുടെ പ്രായമുള്ള 10-70 വയസ്സുള്ളൊരു കിളവി ആ കുട്ടിയുടെ കാലിൽ തൊട്ട് തൊഴുന്നു.
സത്യം പറഞ്ഞാൽ ഞാനവിടെ വന്നിരുന്നെങ്കിൽ ആ കിളവിയുടെ പ്രായമൊന്നും നോക്കില്ലായിരുന്നു. കവാല കുറ്റിയിൽ അടിച്ചു കൊടുത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മലയാളി വിവരമുണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ തമിഴിനെ ആക്ഷേപിക്കുന്ന മലയാളി കാണിക്കുന്ന പോക്രിത്തനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 10-75 വയസ്സായ ഒരു കിളവി മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ദേവനന്ദ എന്ന് പറഞ്ഞ 7-8-10 വയസ്സ് അങ്ങേറ്റം ഉള്ള ഒരു കുട്ടിയുടെ കാലിൽ തൊട്ട് തൊഴുതാൽ മഹാഭാവം കിട്ടിയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവളാണോ മാളികപ്പുറം? ഈ കിളവിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ മാളികപ്പുറത്ത് അമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ കുറിച്ച്, അല്ലെങ്കിൽ അമ്മ മകൾ ചെറുമകൾ എന്നുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ പരസ്യമായി കാലിൽ തൊട്ട് തൊഴും. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് നിൽക്കുന്നിടത്തു നിന്ന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രേമൻ പറഞ്ഞ പോലെ എൻഡോസൾഫാൻ അല്ല പ്രേമ, എയ്ഡ്സിനെക്കാളും കഷ്ടമാണ്. എയ്ഡ്സിനെക്കാളും കുഷ്ഠത്തെക്കാളും കഷ്ടമാണ് ഇവിടുത്തെ ആസ്വാദന നിലവാരം എന്ന് ഞാൻ പറയും. കയ്യടി നേടാൻ മാത്രമാണ് പ്രേംകുമാർ സീരിയലുകളെ വിഷലിപ്തം എന്ന് പറയുന്നതെന്നാണ് ദിനേശ് പണിക്കർ പറയുന്നത്. സീരിയൽ രംഗത്ത് കുറവുകളുണ്ടെങ്കിൽ തിരുത്തേണ്ട ഉത്തരവാദിത്വത്തോടെ ഇരിക്കുന്ന ഒരു സ്ഥാനത്താണ് പ്രേമൻ ഇരിക്കുന്നതെന്നാണ് ദിനേശ് പണിക്കർ പറയുന്നത്. എൻ്റെ പൊന്ന് പണിക്കരെ, പ്രേമന് അത് തിരുത്താനൊന്നും പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിനാണ് സെൻസർ നിയമമൊക്കെ ഉള്ളത്. ഇവിടെ എന്ത് കാണണം, എന്ത് കളിക്കണം എന്നൊക്കെ നിയമപരമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല പണിക്കരെ. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് മറന്ന് അഭിനേതാക്കളുടെ അന്നം മുട്ടിക്കുന്ന പണിയാണ് പ്രേമൻ ചെയ്യുന്നത് എന്നാണ് പണിക്കർ പറയുന്നത്. ഒരു 100-250 പേരുടെ അന്നം മുട്ടിയാലും കുഴപ്പമില്ലെന്നേ, 3.5 കോടി ജനത്തിനെ രക്ഷപ്പെടുത്തണമെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ 100-250 പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കൂടി ജീവിക്കാനായി ഒരു ദിവസം ഈ പറഞ്ഞ ഫാൻസി ഡ്രസ്സ് ഇട്ട് നിന്നാൽ 15,000 രൂപ കിട്ടുമെന്നുള്ളത് കൊണ്ട് എന്ത് പോക്കൃത്തിനും കാണിക്കാൻ അവർക്ക് പെർമിഷൻ കൊടുക്കണം. അവരുടെ അന്നം മുട്ടിക്കരുത് എന്നൊക്കെ പണിക്കർ പറയരുത്. പണിക്കരെ, നിങ്ങൾക്ക് 2 ആമക്കളായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവരുടെ കുട്ടികൾ നിങ്ങളടക്കം അഭിനയിക്കുന്ന സീരിയലുകൾ കണ്ടാൽ വഴിതെറ്റുമെന്നുള്ളത് ഉറപ്പാണ്. കാലം നിങ്ങൾക്ക് ചിലപ്പോൾ മാപ്പ് തരില്ല. നിങ്ങളൊക്കെ അഭിനയിക്കുന്ന പല സീരിയലുകളും, എല്ലാമെന്ന് ഞാൻ പറയില്ല, പ്രേമം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാ സീരിയലും മോശമെന്ന് ഞാൻ പറയില്ല. ഇവിടെ ക്ലാസിക് കഥകൾ എന്നൊക്കെ പറഞ്ഞ് അമൃതയിൽ എത്ര നല്ല സീരിയലുകളും. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന ഈ തമിഴിനും തെലുങ്കനും ഒറിയക്കാരനും ബംഗാളിയും എടുത്തു വെച്ച കൂതറ 4-കിട സീരിയലുകൾ എടുത്ത് മലയാളത്തിൽ റീമേക്ക് ചെയ്യുന്ന കൂതറ സംസ്കാരം, അത് ഒരു അതിർവരം ഉണ്ടാക്കേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് പടിക്കേരി കിടന്ന് ചുമ്മാ ചാടിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ആത്മീയ അംഗങ്ങളായ ആൾക്കാരുടെ അന്നം മുട്ടിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. കാരണം 3.5 കോടി ജനത്തിന്റെ ആസ്വാദന നിലവാരത്തെയാണ് നിങ്ങൾ കുഞ്ഞാൻ കുത്തുന്നത്. അതിന് പകരം നിങ്ങൾ കുറച്ച് പേര് സംഘടനയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ കാണിക്കുന്ന ഏത് പേക്കൂത്തും എല്ലാവരും കണ്ടോണ്ടിരിക്കണമെന്നൊന്നും പറയരുത് പണിക്കരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെൻസർഷിപ്പിന് വിധേയമാക്കാതെ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ, വെബ് സീരിയലുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ, സ്റ്റേജ് ഷോകളിലെ ശരീര അവഹേളനങ്ങൾ, ഇതൊന്നും തൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ എന്ന് പ്രേമൻ വ്യക്തമാക്കണമെന്നും പണിക്കർ പറയുന്നു. അത് സത്യമാണ്. പക്ഷേ ഈ OTT പ്ലാറ്റ്ഫോം കേരളത്തിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നേ? അത് കേന്ദ്ര നിയമം കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പാൽപായസവും മറ്റേ ചുംബന സമര നായികയുടെ ന്യൂഡും ഒക്കെ കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ അംഗങ്ങളുടെ വികാരം അറിയിക്കണമെന്ന് ആത്മാ പ്രസിഡന്റ് കൂടിയായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചതെന്നും പണിക്കർ വന്നത്. അത് പണിക്കർ പതുക്കെ അതിൽ നിന്ന് ഊരിയതാ. കാരണം ഗണേശന്റെ തലയിൽ വെച്ച് കൊടുത്താൽ പ്രശ്നമില്ലല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എന്നോട് പ്രസിഡന്റായ ഗണേഷ് കുമാർ പറഞ്ഞു ഒരു തുറന്ന കത്ത് അയക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയച്ചത്. അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ഗണേശന്റെ തലയിൽ വെച്ച് കൊടുത്തു. വിഷയത്തെക്കുറിച്ച് പഠിക്കാതെ അഭിപ്രായം പറഞ്ഞു എന്നാണ് തൻ്റെ സുഹൃത്തായ പ്രേമനെ കുറിച്ച് സാജൻ സൂര്യ പറയുന്നത്. ഞാൻ കണ്ടെത്തിയ നമ്മുടെ സിനിമയിലെ നായകൻ സാജൻ സൂര്യ വരെ പറയുന്നു എൻ്റെ സുഹൃത്താണ് പ്രേമൻ. പക്ഷേ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. വിഷയത്തെക്കുറിച്ച് എന്തിനാ പറയണേ? മലയാള സിനിമയിൽ വരുന്ന ഒട്ടുമിക്ക സീരിയലുകളൊന്നും ഞാൻ പറയും, ചില സീരിയലുകളെന്നേ പ്രേമം പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നു ഒട്ടുമിക്ക സീരിയലുകളും കൂതറ നിലവാരത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ വിഷയം അതിലായില്ലേ. സാജൻ അത് പോരാ എന്നാണ് പറയുന്നത്. ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെ മാരകം എന്ന് പറഞ്ഞു കളഞ്ഞത്രേ എന്നാണ് സുഹൃത്തായ പ്രേമൻ പറഞ്ഞു കളഞ്ഞത്രേ എന്നാണ് സാജന്റെ പരാതി. ഏത് സീരിയലുകളെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. സാജൻ അഭിനയിച്ച പല സീരിയലുകളും ഈ പറഞ്ഞ അസുഖമുള്ള സീരിയലുകളായിരുന്നു. വിഷമൊന്നും തോന്നണ്ട. സാജൻ ചെയ്ത 3-കിട കുറേ സീരിയലുകൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. നിങ്ങൾ മീശയും പിരിച്ച് വില്ലനായിട്ടൊക്കെ ചെയ്ത ചില സീരിയലുകൾ സഹിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ തന്നെയായിരുന്നു സാജ. അതുകൊണ്ട് സാജന്റെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ സാജൻ അഭിനയിച്ച സീരിയലുകളുടെ പേര് പറഞ്ഞില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ആത്മാ കലാകാരന്മാരെ ഇത് ബാധിക്കില്ല എന്ന് സാജൻ പറയുന്നു. സീരിയൽ സംപ്രേഷണം ചാനലുകളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ചാനലുകളെയാണ് പ്രേമം പറഞ്ഞതെന്നും സാജൻ പറയുന്നു. അത് 100% ശരി. അദ്ദേഹം ഒന്നും പഠിക്കാതെ പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്
ഇനിയിപ്പോൾ സാജൻ സൂര്യയെ കണ്ട് പ്രേമം പഠിക്കേണ്ടി വരുമോ എന്നാണ് എനിക്ക് സംശയം. എനിക്ക് ഒരു കാര്യം പറയാം എൻ്റെ പൊന്നു സാജനേക്കാൾ വിവരവും ജനറൽ നോളജും ഉള്ള ആൾ തന്നെയാണ് പ്രേമൻ. ചാനലുകൾ തരുന്ന കണ്ടന്റാണ് സീരിയലുകൾ മുന്നോട്ട് പോകുന്നത്. റീമേക്കുകളാണ്, അവരാണ് പ്രതികരിക്കേണ്ടത്. 1,00,000 ഒരു എപ്പിസോഡിന് തന്നാൽ 50 പേർക്ക് 50 പേർ പണിയെടുക്കുന്നു. ആ 1,00,000 രൂപ കൊടുക്കുന്ന ഒരു സീരിയലിൽ ഒരു എപ്പിസോഡിൽ വർക്ക് ചെയ്യുന്ന 50 പേരുടെ ജീവിതമാണെന്നാണ് പറയുന്നത്. നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു ഞാനും കുറെ കാലം മുട്ടയിട്ടതല്ലേ സീരിയലിൽ. 2 എപ്പിസോഡും 2.5 എപ്പിസോഡും ഒക്കെയാണ് TS അജിയൊക്കെ എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 1,00,000 രൂപ സീരിയലിന് കൊടുക്കുന്ന കാലത്താണ് സാജൻ പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം സീരിയലിന് 1.5 ലക്ഷം 1.60 ഒക്കെ ഉണ്ട് അപ്പോൾ 2 സീരിയൽ വൃത്തിയായിട്ട് എടുക്കുന്ന ഒരു സംവിധായകനാണെങ്കിൽ ഏതാണ്ട് 3-3.5 ലക്ഷം രൂപ കൈ കിട്ടുന്നുണ്ട് സാജൻ അത് അറിഞ്ഞിടാത്തുണ്ടാണ്. അടുത്ത പ്രതികരിച്ച കക്ഷിയാണ് ഡീസന്റ് ധർമ്മജൻ ബോൾഗാട്ടി. തലയിൽ കൊമ്പുണ്ടോ പ്രേമനെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഈ എപ്പോഴും എനിക്ക് തോന്നുന്നു വേറൊരു മൂഡിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കൊമ്പിലൊക്കെ നോട്ടം കാണുമായിരിക്കും. മദ്യപാനം കേടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബോൾഗാട്ടി ഇറങ്ങുമോ അതിനെതിരെ എന്നാണ് എനിക്ക് സംശയം. പ്രേമന് കൊമ്പുണ്ട് ധർമ്മജ. കാരണം പ്രേമൻ ചലച്ചിത്ര അക്കാദമിയുടെ, സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. ആ ഒരു കൊമ്പുണ്ടെന്ന് തന്നെ വെച്ചോ. അതിൽ മോശമൊന്നും പറയണ്ട ധർമ്മജ. സെൻസർ വേണം. കല കൈകാര്യം ചെയ്യുന്നവർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എത്രത്തോളം സെൻസറിങ് പ്രായോഗികമാണോ അറിയില്ല. ഞാൻ 3 മെഗാ സീരിയലുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി. ആര്? ധർമ്മജൻ ബോൾഗാട്ടി. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. സീരിയലുകളിലൂടെ വന്നയാൾ സ്ഥാനം കിട്ടി എന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ല എന്നാണ് പ്രേമനോട് അദ്ദേഹം ഉപദേശിക്കുന്നത്. സീരിയലിലൂടെ തന്നെയാണ് പ്രേമം വന്നത്. പക്ഷെ പ്രേമം വന്ന ഒരു സീരിയലും ഇതുപോലുള്ള കൂതറ സീരിയലുകളായിരുന്നില്ല ധർമ്മജ. അന്ന് 13 എപ്പിസോഡുകളായിരുന്നു. പ്രേമന് ഈ മെഗയിലൊന്നും വരേണ്ടി വന്നില്ല. പിന്നെ സിനിമയിലൊക്കെ ആയ ശേഷം അയാൾ സീരിയലുകൾ അങ്ങ് വിട്ടു. പിന്നെ അടുത്ത ആൾ ഹരീഷ് പേരടിയാണ്. എല്ലാത്തിലും പ്രതികരിക്കുമല്ലോ പേരടി. പാവപ്പെട്ടവർ ജീവിച്ചു പോകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹരീഷ് പേരടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ നാട്ടുകാരനാണല്ലോ, എൻഡോസൾഫാൻ്റെ നാട്ടുകാരൻ. പാവപ്പെട്ടവർ കുറച്ച് കശുവണ്ടിക്ക് എൻഡോസൾഫാൻ അടിച്ച് ജീവിച്ചിട്ട് പോട്ടെ എന്ന് പേരടി പറയുമോ? കുറച്ച് മുതലാളിമാരുടെ ജീവിത പ്രശ്നമല്ലേ കശുവണ്ടിക്ക് ഹെലികോപ്റ്ററിൽ വന്ന് എൻഡോസൾഫാൻ അടിച്ചു പോട്ടെ എന്ന് പേരടി പറയുമോ? എന്ത് പേരടി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? ന്യായം പറയുമ്പോൾ അതിനൊരു ന്യായം വേണ്ടേ? കേരളത്തിലെ 3.5 കോടി ജനത്തിനെ വിഷലിപ്തമാക്കുന്ന, സന്ധ്യയ്ക്ക് ഒരു വീട്ടിൽ പോലും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ താടകകൾ കിടന്ന് നടമാടുന്ന, മൂന്നാംകിട എന്നല്ല പറയേണ്ട, കൂതറ സീരിയലുകൾക്കെതിരെ പ്രേമൻ എന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംസാരിച്ചാൽ പാവപ്പെട്ടവർ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ ഈ ആത്മയിൽ അഭിനയിക്കുന്ന ആത്മ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള നടീനടന്മാർക്ക് വേണ്ടി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ, അവരുടെ ആസ്വാദന നിലവാരത്തെ പുച്ഛിക്കണോ എൻ്റെ പൊന്ന് ഹരീഷ് പേരടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രേംകുമാർ ജീവിക്കുന്ന ജീവിതമാണ് എൻഡോസൾഫാനിനേക്കാൾ മാരകം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവേണ്ട അർത്ഥം അത് പ്രേമനോട് ഞാൻ ചോദിക്കാം. ആ മാരക ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിലെ തിരക്കഥാകൃത്തും സംവിധായകരും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നത്. 100% പേരടിക്ക് വിവരമില്ല എന്ന് തോന്നിപ്പോകും. കാരണം ആ സംവിധായകരും ആ നിർമ്മാതാക്കളും അല്ല കഥ തിരഞ്ഞെടുക്കുന്നത്. ചാനലുകൾ മറ്റു ഭാഷകളിൽ കാണിച്ച 4-കിട സീരിയലുകളുടെ കഥ എടുത്തു കൊടുത്തിട്ട് ഇതിനെ കൊണ്ട് മലയാളത്തിലാക്കി കൊണ്ടുപോവാ. വീട്ടു ജോലിക്ക് നിൽക്കുന്നവർ വരുന്നാലും സർവാഭരണ വിഭൂഷിതയായി പട്ട് സാരിയൊക്കെ കൊടുത്ത് വാ നിറച്ച് മറ്റേ കളറൊക്കെ വാരി പുരട്ടി ഇത്രയുള്ള വലിയ പൊട്ടൊക്കെ ഇട്ട് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പൂവും വെച്ച് അടുക്കളയിൽ നിന്ന് വരാവൂ എന്ന് പറയുന്നതൊക്കെ മറ്റു ഭാഷകളിൽ ഓക്കെ. അതെടുത്ത് കേരളത്തിൽ കൊണ്ട് വിളമ്പുന്നതിനെതിരെയാണ് പ്രേമൻ സംസാരിച്ചതെന്നെങ്കിലും ഹരീഷ് പേരടി ആലോചിക്കുന്നത് നല്ലതാണ്. സീമാജി നായർ പറയുന്നത് ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ കളികളാണ് എന്നാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന കാര്യങ്ങളെക്കാളും എത്രയോ ഭേദമാണ് സീരിയലുകൾ എന്നാണ് സീമ പറയുന്നത്. അത് സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഒരു സീരിയലിലും ഈ ചുംബന സമരം നായിക കാണിക്കുന്ന പോലെ പിറന്നപടി കണാപണ നിൽക്കാറില്ല. അമ്പലക്കാള നിൽക്കും പോലെ അല്ലെങ്കിൽ ശീമപ്പന്നി നിൽക്കും പോലെ നിൽക്കാറില്ല. അത് സീമ പറഞ്ഞ കറക്റ്റ്. അതുപോലെ തന്നെ ഈ പാൽപ്പായസം പോലുള്ള ആ പെണ്ണിനെ പറ്റി ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ഞാനും കൂടി വർക്ക് ചെയ്ത നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സംവിധായകൻ്റെ ശിക്ഷയാണ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആ മനുഷ്യൻ മരിച്ചിട്ട് പോലും വിട്ടില്ല എന്നുള്ളതാണ്. അവിടെ കൊണ്ടുവന്ന് റീത്ത് വെച്ചെന്നുള്ളതാണ്. അവളുടെ ബാനറിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ ബാനറിൻ്റെ പേരിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ചേക്കണം. ആലോചിച്ചോക്കെ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും പുണ്യം കിട്ടില്ല. വനിതാ കമ്മീഷൻ പഠനം, സീരിയൽ സെൻസറിങ് ആവശ്യമാണോ എന്നാണ് വിഷയം. തെറ്റായ സന്ദേശമുണ്ടെന്ന് ഭൂരിപക്ഷം ആളുകളും അവർക്ക് മൊഴി കൊടുത്തു.
സെൻസറിങ് വേണം എന്നും പറഞ്ഞു ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും നടക്കുന്ന ഇപ്പം ഈ ആനുകാലിക കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളാണ്. അമ്മായിയമ്മ പോര്, മരുമകളുടെ വേദന, മലയാളിക്ക് എന്താ പറയുക മടുക്കുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രായമായവരും മധ്യസ്ഥ വയസ്കരും ഒക്കെ അത് കണ്ടാലും പോട്ടെന്ന് വെക്കായിരുന്നു. ഇവരെ കൂടെ ഈ കൊച്ചു കുട്ടികളും കൂടി ഇരുന്ന് കാണുമ്പോൾ അവരുടെ ബുദ്ധിയെ പണയം വയ്ക്കുകയല്ലേ ചെയ്യണം. ഇവിടെ ഒരു കാക്കത്തൊള്ളായിരം എപ്പിസോഡ് പോയ ഒരു സീരിയലുണ്ടല്ലോ, ഒരു ഡോക്ടറാണ് നായകൻ, കിഷോർ സത്യാണെന്നാണ് അത് ചെയ്തത്. അതുപോലെ എല്ലാ സമ്പന്നരായ വലിയ ഫാമിലിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ നായകന് ഒഴിച്ച് അതിൽ 2-3 വയസ്സുള്ള ക്യൂട്ടായ ഒരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു. ആ പെൺകുട്ടിക്ക് അറിയാം, അതിലെ നായികയ്ക്ക് അറിയാം, അതിൽ അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും, സന്തോഷ് കുറുപ്പൊക്കെ അഭിനയിച്ചത്, അവർക്കെല്ലാം അറിയാം. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വായു നോക്കികൾക്കും അറിയാം ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയാണ് ഈ കൊച്ചിൻ്റെ അച്ഛനെന്ന്. ഇവന് മാത്രം അറിഞ്ഞൂടെ ഇത് എൻ്റെ കൊച്ചാണെന്ന്. കാക്കത്തൊള്ളായിരം എപ്പിസോഡ് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാളിയുടെ ക്ഷമയെ പരിശോധിക്കുന്നത്. എന്നിട്ട് ഈ എല്ലാ ദിവസവും 8 മണിക്കോ 8:30 എന്താണ് കുത്തിയിരിക്കുക എല്ലാവരും. ഇന്നത്തെ എപ്പിസോഡിലെങ്കിലും യവൻ ഈ കൊച്ച് എവൻ്റെ ആണെന്ന് മനസ്സിലാക്കുമെന്ന് അറിയാൻ വേണ്ടിയിരിക്കും. എവിടെ മനസ്സിലാക്കാൻ? അവസാനം മനുഷ്യന് ക്ഷമ കെട്ട 1000-2000 എപ്പിസോഡ് പോയപ്പോഴാണ് അവൻ അറിയുന്നത് ഈ കിഴങ്ങൻ ഇതെൻ്റെ മോളാണോ എന്ന്. സിനിമ കണ്ടോണ്ടിരിക്കുന്ന ഈ സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം എവൻ്റെ മോളാണെന്ന്. ആ കൊച്ചിനറിയാം ഇതെൻ്റെ തന്തയാണെന്ന്, എന്നെ ഉണ്ടാക്കിയത് എവനാണ് എന്നറിയാം. നായികയ്ക്ക് അറിയാം, വഴിയെ പോണ എല്ലാവർക്കും അറിയാം. യവന് മാത്രം അറിഞ്ഞൂടാ. ഒരു സീരിയലാണ്. വ്യത്യസ്തമായ പ്രമേയങ്ങൾ കഥാകൃത്തുകൾ കണ്ടെത്തണം. എന്നിട്ട് എവിടെ കൊണ്ട് കാണിക്കാൻ? എവിടെ കൊണ്ട് കാണിക്കാൻ പറ? ഒരു ചാനലിലും വേണ്ടല്ലോ, അവർ കൊടുക്കുന്ന കണ്ടന്റ് വെച്ചല്ലേ ചെയ്യണം. 1000 എപ്പിസോഡ് ആര് സെൻസർ ചെയ്യും? കമ്മിറ്റി രൂപീകരിച്ച് നിരീക്ഷിക്കണമെന്നാണ് വേറൊരു കൂട്ടർ പറയുന്നത്. കമ്മിറ്റി രൂപീകരിച്ച് എന്ത് നിരീക്ഷിക്കാൻ? ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. സീരിയലുകൾക്ക് ഗുണവും ദോഷവും ഉണ്ടെന്ന്. ഗുണമുണ്ട്, എന്താണെന്നറിയോ? പരദൂഷണമൊക്കെ നിന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റോഡിൽ ചെന്ന് അടിയും പിടിയും വെള്ളമടിയൊന്നുമില്ല. എല്ലാവരും സന്ധ്യയാകുമ്പോൾ വീട്ടിൽ കയറി ഈ കളവന്മാരും കളവികളും ഇതിൻ്റെ മുന്നിൽ ഇരുന്നുള്ളൂ. അതുകൊണ്ട് പരദൂഷണവും ഇല്ല, റോഡിൽ കിടന്ന് അടിപിടിയും ഇല്ല. അതൊരു ഗുണമുണ്ടായി എന്ന് പറയാം. ഉള്ളടക്കം നന്നാക്കണമെന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് സർക്കാരിനോട്. എന്തുള്ളടക്കം നന്നാക്കാൻ? പൈസ കൊടുക്കുന്ന ചാനലുകാരൻ എടുത്തുകൊണ്ട് വരുന്ന സാധനം എന്താ, ഇത് ഈ ചവറ കൊണ്ട് ഈ ചെയ്യുമെന്ന് പറയും, അത് ചെയ്യും, അത്രേ ഉള്ളൂ. സിനിമ സീരിയൽ ഉള്ളടക്കം സർക്കാർ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിലുണ്ടായിരുന്നു ഹേമ കമ്മിറ്റിയിൽ. പക്ഷേ ഹേമ പോയത് വേറെ വിഷയത്തിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. സ്ത്രീ വിരുദ്ധ, സാമൂഹ്യ വിരുദ്ധ, പുരുഷന്മാരുടെ അഴിഞ്ഞാട്ടം, കുടുംബമഹിമ, സ്ത്രീ വിരുദ്ധത, ആത്മാഭിമാനമുള്ള ഒരൊറ്റ കഥാപാത്രങ്ങൾ പോലും ഈ സീരിയലുകളിൽ ഉണ്ടാവില്ല. ഒരു ദിവസം കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനത്തെ കഥകളാണ് ഓരോ എപ്പിസോഡിലും നടക്കുന്നത്. പുരുഷനോട് സമരസപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഗൂഢാലോചനകളുടെ കേന്ദ്രങ്ങളാണ് ഓരോ സീരിയലും. കുഞ്ഞിനെ തട്ടണം, മരുമകൾ സന്തോഷിക്കരുത്, ഇതൊക്കെയാണ് വിഷയം. ജൂറികൾ അവാർഡ് കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കുറേ കാലമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ TV അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ സീരിയലുകൾ മികച്ച സീരിയലില്ല എന്ന് പറഞ്ഞ് മാറ്റാറുണ്ട്. സ്ക്രിപ്റ്റ് വലിച്ചെറിയാനുള്ള ആർജവം ചാനലുകൾ കാണിക്കണം എന്നാണ് പറയുന്നത്. എവിടെ കാണിക്കാൻ? ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അടയാറിലാണോ പൂനെയിലോ പഠിച്ച ഒരു ശരത്ചന്ദ്രനായിരുന്നു ഏഷ്യാനെറ്റിലെ ഒരുപാട് കാലം സീരിയലിൻ്റെ ചുമതലക്കാരൻ. അദ്ദേഹം ഭയങ്കര റഫായിട്ടിരിക്കും, മസിൽ പിടിച്ച്. ഞാൻ വളരെ കൂളായിട്ട് ഒന്ന് സംസാരിക്കും. എനിക്കറിയാം ഇയാൾ സീരിയൽ എനിക്ക് തരില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അയാളെ ബഹുമാനിക്കൊന്നുമില്ല. ഞാനപ്പോൾ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലും, ഇരിക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വിശേഷങ്ങളൊന്നുമില്ല, ഞാൻ ചേട്ടനൊന്ന് കാണാൻ വന്നതാണ്, ഞാനൊരു പുതിയ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ ഒന്ന് വാങ്ങിച്ചു വയ്ക്കും. ചായ വേണോ? ഞാൻ പറഞ്ഞു ചായ കുടിക്കാം. അവിടെ ഇയാൾ ബെല്ലടിക്കും, ചായ വരും. അങ്ങനെ ചായ തന്ന് ഞാൻ ഇങ്ങനെ കപ്പ് വാങ്ങി കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ എന്താ പറയുക, ഈ ശരത്ചന്ദ്രൻ ഇതാരെന്നറിയോ? ഞാൻ പറഞ്ഞു ഇല്ല. നമ്മുടെ ഏഷ്യാനെറ്റിലെ സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നത് എവളാ? ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു, അത് ശരി, പുരോഗമിച്ചോ? എന്ത്? അവനല്ല, ചായ തരുന്ന ഈ ചേച്ചിയാണോ സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നത്? ഇവർ വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ എടുക്കൂ. ധാർഷ്ട്യത്തോടെ അദ്ദേഹം പറയുകയാണ്, ആ പോസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്. കാരണം അവരുടെ സീരിയലുകളെല്ലാം 1000-2000 എപ്പിസോഡ് പോവല്ലേ, ആ അഹങ്കാരത്തിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞ് എന്തായാലും ഏഷ്യാനെറ്റ് പുരോഗമിച്ചു, എന്തു പറ്റി? ഞാനല്ല, കഴിഞ്ഞ തവണ ഞാൻ വേറൊരു സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോഴേ ചേട്ടൻ എന്നോട് പറഞ്ഞത്, അന്ന് ഈ മുറി തൂത്തോണ്ടുന്ന സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീയാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ തൂപ്പുകാരിയിൽ നിന്ന് ചായ തരുന്നവരിലേക്ക് ഏഷ്യാനെറ്റ് വളർന്നു അല്ലേ കേട്ടോ. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ശരിക്കും വാരിയതാണ്. ഇങ്ങനെയുള്ള ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാരുള്ള നാട്ടിൽ നല്ല സീരിയലുകൾ എങ്ങനെ എടുക്കാൻ? ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് വന്ന ആളാണ് ഈ ശരത്ചന്ദ്രൻ. എനിക്ക് ജീവിതത്തിൽ ഞാനത് മറക്കില്ല, ആ മുഖം, അയാൾ പറഞ്ഞ ആ ധാർഷ്ട്യം. നമ്മൾ നട്ട ഉച്ചയ്ക്ക് ഇവിടുന്ന് ഏഷ്യാനെറ്റ് ചെല്ലണമെങ്കിൽ എത്ര രൂപ പെട്രോൾ വേണമെന്ന് ആലോചിച്ചു. അങ്ങനെ പുളിയറ കോണത്തിൽ ചെന്ന് കണ്ടപ്പോൾ പറയാ, തൂപ്പുകാരി ചായക്കാരിയൊക്കെയാണെന്ന് സ്ക്രിപ്റ്റ് വായിക്കണേ.
അവിടെ വേറെ സ്ക്രിപ്റ്റ് വായിക്കാൻ കുറെ കിഴങ്ങന്മാരെ ഇരുത്തിയിട്ടുണ്ട്. അവന്മാർക്ക് റോളില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവന്മാർ പറയുന്നത് ഞങ്ങളാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ശരത്ചന്ദ്രൻ പറയണത് തൂപ്പുകാരി, ചായക്കാരി, വേലക്കാരി ഒക്കെയാണ് വായിക്കുന്നത്. ഇതാണ് ചാനലുകളുടെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് ഞാൻ പറയുന്നു. സ്ത്രീ വിരുദ്ധത, വിവേചനം സീരിയൽ മാത്രമാണോ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ചാനൽ ചർച്ചകൾക്ക് സെൻസർ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സെൻസർ വേണമെന്നും 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ നടിയെ ആക്രമിച്ച കേസിൽ 165 മണിക്കൂർ ചാനലുകളിൽ പോയ ആളാണ്. എനിക്ക് മനസ്സിലായത് സഭ്യതയുടെ, മാന്യതയുടെ ഒരു മര്യാദയും ഇല്ലാത്ത ചില ചട്ടമ്പിമാരെ, ലോക്കൽ ഗുണ്ടകളെന്ന് വിളിക്കാന്നുള്ളവരല്ലേ ചാനലിൽ വിളിച്ചുകൊണ്ടിരുത്തി സംസാരിക്കുന്നത്. പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാത്ത, ആരെയും എന്തും വിളിക്കുന്ന, എന്തെല്ലാം പറയുന്നില്ലേ. ഇപ്പൊ തന്നെ ഇതിൽ രാഷ്ട്രീയ ചർച്ചയാണെന്ന് വിചാരിക്കരുത്, ഞാൻ പാർട്ടിയെ കളിയാക്കുകയല്ല. BJPയുടെ വക്താവായിരുന്നല്ലോ സന്ദീപ് വാര്യർ. അപ്പോൾ കോൺഗ്രസിനെ പ്രതികരിച്ച് ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരു ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു സ്ഥലപ്പേരൊക്കെ ഉള്ള, ഗണേശനെതിരെ പത്തനാപുരത്ത് മത്സരിക്കുകയൊക്കെ ചെയ്ത്. ഇവർ രണ്ടുപേരും പങ്കെടുത്ത ഒരു ചാനൽ ചർച്ച ഇപ്പൊ ക്ലിപ്പിംഗ്സ് പോകുന്നുണ്ട്. ഇവരിപ്പോ രണ്ടുപേരും അളിയാളിയനായി, ബൈ ആയല്ലോ. നീ ആരടാ, നിന്റെ അച്ചി വിട്ടി പറയടാ, മറ്റവനെ മറിച്ചവനെ എന്ന് പറഞ്ഞു എത്ര തെറിയ അവര് വിളിച്ചേ. ഇപ്പൊ അവർ രണ്ടുപേരും കോൺഗ്രസിലായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം രണ്ടുപേരും കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കറിയാതെ ചിരി വന്നു. തീർച്ചയായിട്ടും ചാനൽ ചർച്ചകൾക്കും സെൻസർ വേണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇവിടെ ഒട്ടകവും പുലിയും എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വിവരം കെട്ടവുമാരെന്ന് പറഞ്ഞാലുണ്ടല്ലോ, LLB ഒക്കെ എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഒട്ടകമൊക്കെ ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് തോന്നൂലേ വിവരമില്ലാത്തവനാണെന്ന്. അത് ഒരു സെൻസറിങ് വരേണ്ടതാണെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ അതുപോലെ തന്നെ കള്ളങ്ങൾ പറയുക, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഡൂപ്പിനെ കൊണ്ടിരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് കള്ള വാർത്ത ഉണ്ടാക്കുക, ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു. ആ നാട്ടിൽ സെൻസറിങ് വരുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. പ്രേമം പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആക്രമിച്ചു എന്നാണ് ഗായത്രി വർഷ പറയുന്നത്. സീരിയലുകൾ നല്ല കുടുംബത്തിൽ ഇരുന്ന് എല്ലാ പേർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സീരിയലുകളെ ഉണ്ടാകാവൂ, ഇല്ലാത്തതിന് നിയമ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ ഗായത്രി വർഷയെ ചീത്ത വിളിച്ചു, ഒരുപാട് ആക്രമിച്ചു എന്നാണ് ഗായത്രി വർഷ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഗായത്രി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിനിമ കണ്ടോ, സീരിയൽ കണ്ടോ, വഴി തെറ്റിയിട്ടാണോ ഷാരോൺ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എന്തോ ദൈവവിളി എന്തോ കേട്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയെയും 3-4 പേരെ തലക്കടിച്ചു കൊന്നുളഞ്ഞില്ലേ. അതുപോലെ കഷായത്തിൽ കാമുകന് വിഷം ചേർത്ത് കൊടുത്ത ഗ്രീഷ്മ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു. ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്നു എന്ന് ഗായത്രി വർഷ ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണ്. അടുക്കള ജോലിക്ക് നിൽക്കുന്നവൾ കാവിലെ ഭഗവതി ഇറങ്ങി വരെയാണോ മോഹൻലാലും മഞ്ജു വാര്യരോട് ചോദിച്ച പോലെ, ഇതാര് കാവിലെ ഭഗവതി എന്ന് ചോദിച്ച പോലെ അടുക്കളയിലൊക്കെ നിൽക്കുന്ന ജോലിക്കാരെയൊക്കെ കാണിക്കുന്നവണക്കാണ്. കൊഞ്ഞാണന്മാരായ ഭർത്താക്കന്മാർ, അമ്മയോടൊപ്പം സീരിയൽ കാണുന്ന കുട്ടികൾ ഇതൊക്കെ കണ്ടാൽ, ഇതുപോലുള്ള ജോലിക്കാരിയെയും ഈ കൊഞ്ഞാണന്മാരായ അച്ഛന്മാരെയൊക്കെ കണ്ടാൽ മോശമാകും എന്നുള്ള കാര്യം സത്യമാണ്. 10 വർഷം മുമ്പ് പ്രേമം പറഞ്ഞപ്പോൾ പ്രശ്നമില്ല, കാരണം അന്ന് അദ്ദേഹം അക്കാഡമിയുടെ ചെയർമാൻ അല്ല. പ്രേമൻ അക്കാഡമി ചെയർമാൻ ആയപ്പോൾ ഉണ്ടായ ക്രിമികടിയാണ് ഈ വിവാദം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേലക്കാരികളെ പല സീരിയലിലും കണ്ടിട്ടില്ലേ, വേലക്കാരികളെ കള്ളികളായി ചിത്രീകരിക്കും. ഒരു 100 എപ്പിസോഡ് സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതായിരിക്കും കേസ്. വേലക്കാരിയെ ഹരാസ് ചെയ്ത് അവിടെ കുത്തി ഇവിടെ കുത്തി പോലീസ് വന്ന് എല്ലാം കൊണ്ടുപോയി 100 എപ്പിസോഡ് കഴിയുമ്പോൾ പറയും മരുമോളാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്തും. ഇങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് ഇപ്പോൾ ജനപ്രിയമായി പോകുന്നത്. ഞാൻ പറയുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അമ്മമാരും ഒക്കെ കണ്ടാൽ കുഴപ്പമില്ലെന്ന്. പക്ഷേ ഈ കൊച്ചു കുട്ടികൾ കണ്ടാൽ അവർ വഴിതെറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ ആസ്വാദന നിലവാരം അല്ലെങ്കിൽ ചിന്താശീലങ്ങൾ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് പ്രേമനെ ഇങ്ങനെ ആത്മയുടെ പേര് പറഞ്ഞ് ദിനേശ് പണിക്കരും സംഘവും കൊത്തി വലിക്കുന്നതിനിടയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ പേര് പറയാത്ത, ഞാൻ എന്നാൽ ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് എന്നോട് പറയരുത്, എൻ്റെ പേര് ഉച്ചരിക്കരുത് ഇനി നീ, എന്നാൽ നിൻ്റെ ചാനൽ പൂട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പേടിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത്. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രേമന് പൂർണ്ണമായ പിന്തുണയുമായി അദ്ദേഹം വന്നു. തിരക്കഥ എഴുതി, സംഗീതം നൽകി, പാട്ടുകൾ എഴുതി, നിർമ്മിച്ച് സംവിധാനം ചെയ്ത ആളായിരുന്നു ഈ പറയുന്ന വലിയ മനുഷ്യൻ. സീരിയലുകൾക്ക് സെൻസർഷിപ്പ് വേണമെന്ന് സീരിയലുകൾ നിർമ്മിച്ചിരുന്ന കാലത്ത് തന്നെ പരസ്യമായി പറഞ്ഞ ആളാണ് ഞാനെന്ന് അദ്ദേഹം ഒരു അർത്ഥശങ്കയ്ക്ക് ഇവിടെ അല്ലാതെ പ്രേമനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ദൂരദർശന് വേണ്ടി പരമ്പര ചെയ്തു, ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്തു, അമൃത ചാനലിന് ചെയ്തു, സൂര്യ TV ചെയ്തു, മഴവിൽ മനോരമയ്ക്ക് ചെയ്തു. ഇത്രയും ചാനലുകളിൽ ഇത്രയും സീരിയലുകൾ ചെയ്ത മനുഷ്യൻ പറയാണ്, ഇപ്പോൾ സംപ്രേഷണം നടക്കുന്ന പല പരമ്പരകളും
എൻഡോസൾഫാനേക്കാൾ വിഷം വിളമ്പുന്നവയാണ്. ഒരു സ്ത്രീയെ നശിപ്പിക്കാനായി എന്തു ദ്രോഹവും ചെയ്യാൻ മറ്റൊരു സ്ത്രീകളോ തയ്യാറാകുന്നതാണ് പ്രമേയം. ഈ കൂട്ടത്തിൽ അമ്മ, അമ്മായിയമ്മ, നാത്തൂൻ, സഹോദരികൾ ഒക്കെ മാറിയോ ഒരുമിച്ചോ വരും ഈ പെണ്ണിനെ തട്ടാനായിട്ട്. കുശിമ്പികൾ, കുന്നായ്മകൾ ആണ് ഇവർ സ്ഥാപിച്ചെടുക്കുന്ന കഥകൾ. ഈ അനീതിക്ക് അവസാനമുണ്ടായേ മതിയാകൂ. സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബന്ധപ്പെട്ട ചാനലുകളും ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ സത്യം പറയുന്ന പ്രേംകുമാറിനെ പോലുള്ളവർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുകയല്ല വേണ്ടതെന്ന് ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു. അതിനൊരു നല്ല നമസ്കാരം അദ്ദേഹത്തിന് പറയണം. യാഥാർത്ഥ്യമല്ലേ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പ്രേംകുമാറിനെ കുതിര കയറുന്ന എന്തിനാ ദിനേശ് പണിക്കരെ? നിങ്ങൾക്കൊരു സംഘടന ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽ ഒരു 10, 250, 300 ആർട്ടിസ്റ്റുകൾ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് 3.5 കോടി ജനത്തിനെ ഇക്കിളിയാക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന എന്തെങ്കിലും പ്രേമം പറഞ്ഞുവെങ്കിൽ ആ 3.5 കോടി ജനങ്ങളുടെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്? അതിനു പകരം ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, അതിനെ ഒന്നും പ്രേമ പറയരുത് എന്ന് ദയവ് ചെയ്ത് പറയരുതെന്ന് മാത്രമല്ല, അത് ഗണേശന്റെ തലയിൽ വച്ചും കൊടുക്കരുത്. മന്ത്രി പറഞ്ഞതുകൊണ്ടാണ്, ഞങ്ങളുടെ ചെയർമാനായ മന്ത്രി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരസ്യ പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പ് ഒരു ആത്മപരിശോധന നടത്തണ്ടേ പണിക്കരെ? ഞാൻ ഈ കത്തിറക്കിയാൽ എനിക്ക് നാണക്കേടല്ലേ എന്ന് തോന്നണ്ടേ നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയ്ക്ക്? നിങ്ങൾക്ക് തോന്നണ്ടേ ഞാൻ ഈ കത്തിറക്കിയാൽ പൊതുസമൂഹം എന്നെ കൂകും എന്ന് നിങ്ങൾക്ക് തോന്നണ്ടേ? എന്തൊരു നാണക്കേടാണ് പണിക്കരെ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊരു നടനായി മാറിയപ്പോൾ, ഈ നിർമ്മാതാവായിരുന്നേക്കെ പോട്ടെ, നിങ്ങൾ നടനായി മാറിയപ്പോൾ ഈ സമൂഹത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? പ്രേംകുമാറെ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് രഞ്ജിത്തിനെ പോലെ ഒരാളിന് പോലും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത നാട്ടിൽ പ്രേംകുമാർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സീരിയലുകളിൽ നടമാടുന്ന തെമ്മാടിത്തരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വന്ധ്യവയോധികനായ, എന്നെ ഇഷ്ടമില്ലെങ്കിലും ഞാൻ ബഹുമാനത്തോടെ ഇപ്പോഴും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആ മനുഷ്യനും പ്രേംകുമാറിനും ഒരു നല്ല സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.